എഡിറ്റിംഗ്. നമ്മുടെ 8ാം ക്ലാസ്സിൽ പലപ്പോഴും നമ്മൾക്ക് മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എഡിറ്റിംഗ് എന്നുള്ളത്. അത് നമുക്ക് പ്രാക്ടീസിലൂടെ ക്ലിയർ ചെയ്യാം. നമുക്കൊന്ന് ക്വസ്റ്റ്യൻ നോക്കിയാലോ. യെസ്, എഡിറ്റ് ദ പാസേജ്, റേസ് ആർ അണ്ടർലൈൻ. ഇത് നിങ്ങളുടെ എക്സാമിൽ വരുന്ന സമയത്ത് അത് ബോൾഡ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്തത് മിസ്റ്റേക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ വെന്റ് ടു ദ നിയറസ്റ്റ്. ആക്ച്വലി ഞാൻ വായിച്ചപ്പോൾ തന്നെ അത് കറക്റ്റ് ആയിട്ടാണ് വായിച്ചത്. ടു ദ നിയറസ്റ്റ്, അവിടെ ആർട്ടിക്കിൾ ദ എന്നുള്ള ആ ഒരു ആർട്ടിക്കിൾ അവിടെ യൂസ് ചെയ്യണം. ആർട്ടിക്കിൾസ് ആയിട്ടുള്ള ദ ഉണ്ട്, ആൻ ഉണ്ട്, എ ഉണ്ട്. ഇതൊക്കെ ചിലപ്പോൾ മിസ്സിംഗ് ആയിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അവിടെ ദ നിയറസ്റ്റ് എന്ന് ആഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ, ഫാർമസി ആൻഡ് ഗീവ് ദ പ്രിസ്ക്രിപ്ഷൻ ടു ദ കെമിസ്റ്റ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ ഐ വെന്റ് എന്ന് നമ്മളിവിടെ കണ്ടിട്ട് ഐ വെന്റ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് പാസ്റ്റിലുള്ള ഒരു സെൻറ്റൻസ് ആണെന്ന്. അപ്പോൾ ഗീവ് എന്നുള്ളത് പ്രസന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഗീവ് എന്നതിൻ്റെ പാസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഗേവ് എന്നാക്കി നമുക്ക് മാറ്റണം. അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. ഓക്കെ, അതുപോലെ തന്നെയാണ് അടുത്ത മിസ്റ്റേക്കും. ഹി റെഡ് ഇറ്റ് അഗെയിൻ, റെഡ് ഇറ്റ് ആൻഡ് സേ എന്നാണ് കൊടുത്തിട്ടുള്ളത്. സേൻ്റെ സെക്കൻഡ് ഫോം എന്താണ്? സെഡ് എന്നാണ്. അതുപോലെ തന്നെ ഹി ഡിഡിൻറ്റ് കെപ്റ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും കെപ്റ്റ്, കീപ്പിൻ്റെ ഫാസ്റ്റ് കെപ്റ്റ് ആണല്ലോ. പക്ഷെ അതിൻ്റെ മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഡിഡിൻറ്റ് എന്ന്. ഡിഡ് എന്ന് ഓൾറെഡി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താക്കണമെന്നില്ല, ആ ഒരു സെക്കൻഡ് ഫോം യൂസ് ചെയ്യണമെന്നില്ല. അവിടെ ഡിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ കീപ്പ് തന്നെ യൂസ് ചെയ്താൽ മതി. ഡിഡിൻറ്റ് കീപ്പ് എന്നാണ് അവിടെ വേണ്ടത്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഓണം എക്സാമിലും ക്രിസ്മസ് എക്സാമിലും ആനുവൽ എക്സാമിലും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ പ്രാക്ടീസ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്താക്കുക, ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് ഇതുപോലുള്ള ധാരാളം വീഡിയോസ് കാണേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തു.